നമസ്കാരം. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ, ശ്രദ്ധേയമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ, ചില ബ്രേക്കിംഗ് വാർത്തകൾ, ഇതൊക്കെ ഇനിയുള്ള 1.5 മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ നേരിട്ട് കടക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന് ഇനി നിർണായകം. നാളെ തന്നെ ചോദ്യം ചെയ്യലിന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഹാജരായില്ലെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കും. കേസിൽ അറസ്റ്റിലായ എൻ വാസു സത്യസന്ധനെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ശബരിമലയിലെ സ്വർണം പൂശിയ കട്ടിളപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണെന്നാണ് SIT കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടാണ് പത്മകുമാറിന് കുരുക്കായത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനു വേണ്ടിയാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ ഇടപെടലിനെ കുറിച്ച് കൃത്യമായ തെളിവ് ലഭിച്ചാൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കും. അന്നത്തെ ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരെയും ഉടൻ ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ N വാസു സത്യസന്ധനെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പ്രസിഡന്റായപ്പോൾ N വാസു മറ്റിടപെടലുകൾ നടത്തിയിട്ടില്ലെന്നാണ് മന്ത്രിയായിരുന്ന കാലത്തെ തന്റെ ബോധ്യമെന്നും കടകംപള്ളി സുരേന്ദ്രൻ. ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വാസു വളരെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്ന് എൻ്റെ ബോധ്യം. ഞാനും അദ്ദേഹവും തമ്മിലുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അല്ലാതെ എനിക്ക് അദ്ദേഹം ഏതെല്ലാം ഫയലുകളാണ് അന്ന് കൈകാര്യം ചെയ്തത്, ഏതെല്ലാം തീരുമാനങ്ങളാണ് ബോർഡ് എടുത്തിട്ടുള്ളത്, ബോർഡിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും മന്ത്രി അറിയേണ്ട കാര്യമില്ല. അതേസമയം 2 കേസുകളിലെയും പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി ഈ മാസം 27 വരെ നീട്ടി. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം 17-ന് നടക്കും. ഇതിനായി ഹൈക്കോടതി അനുമതി നൽകി. ശബരിമലയിലെ പരിശോധനയ്ക്ക് ആചാരപ്രകാരം തന്ത്രിയുടെ അനുമതി കൂടി ലഭിക്കണം. അതേസമയം 2019-ലെ വിവാദ ഫയലുകൾ കൈകാര്യം ചെയ്ത ശബരിമലയിലെ സെക്ഷൻ ക്ലർക്ക് ശ്യാം പ്രകാശിന് നിർബന്ധിത അവധി നൽകിയതിന് പിന്നാലെ വർക്കല ഗ്രൂപ്പിലേക്ക് സ്ഥലം മാറ്റി. അതിനിടെ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയും തള്ളി. 24 തിരുവനന്തപുരം. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. ഫസ്റ്റ് ഓൺ 24. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി കൊടിക്കുന്നിൽ സുരേഷ് MP. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനായി രൂപീകരിച്ച കോർ കമ്മിറ്റിയിൽ നിന്ന് SC/ST വിഭാഗങ്ങളെ ഒഴിവാക്കി എന്നാണ് പരാതി. KPCC പ്രസിഡന്റിനോട് പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല എന്നും ഗുരുതരമായ അനീതിയും വിവേചനവുമാണ് ഉണ്ടായതെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. അരുൺരാജ്, എന്താണ് കൊടിക്കുന്നിൽ സുരേഷ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? അരുൺരാജ്. റീജിത്ത്, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് അതിരൂക്ഷ വിമർശനവുമായി കൊടിക്കുന്നിൽ സുരേഷ് MP ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമിതികളിലെല്ലാം തന്നെ SC/ST പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് നേരത്തെ തന്നെ KPCCയും അതുപോലെ തന്നെ ദേശീയ കോൺഗ്രസും നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ അടക്കം നൽകിയിട്ടും ഇത്തരം SC/ST വിഭാഗത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലയാണ് എല്ലാ ഘട്ടത്തിലും ഉണ്ടായത്. ഇത് നീതിക്ക് രഹിതമാണ്, ഗുരുതരമായ അനീതിയും വിവേചനവുമാണ് എന്നുള്ളതാണ് കൊടിക്കുന്നിൽ സുരേഷ് MP ചൂണ്ടിക്കാട്ടുന്നത്. KPCC പ്രസിഡന്റിനോട് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ ഇത് താഴെത്തട്ടിലേക്ക് നിർദ്ദേശം നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഈ നിർദ്ദേശം ഒന്നും തന്നെ നടപ്പായില്ല എന്ന വിമർശനമാണ് കൊടിക്കുന്നിൽ ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ ഇനിയും ഈ അനീതി തുടരാൻ കഴിയില്ല. ഇനി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടുണ്ട്. ഇതിനുശേഷം തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ SC/ST പ്രാതിനിധ്യം ഉറപ്പാക്കണം. സാമൂഹ്യ ഘടന അങ്ങനെയാണ്. ആ സാമൂഹ്യ ഘടന ഉറപ്പാക്കാതെ മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AICC ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ ചുമതലയുമുള്ള ദീപാദാസ് മുൻഷിക്ക് കൊടിക്കുന്നിൽ സുരേഷ് MP ഇപ്പോൾ കത്തയച്ചിരിക്കുകയാണ്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തന്നെ ഇപ്പോൾ ഒരു ആശങ്കയിലാക്കി അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈ കത്ത് പോയിരിക്കുന്നത്. കാരണം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരം ഒരു കത്ത് എത്തുന്നത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് വലിയ വിമർശനങ്ങൾക്കും വലിയ ഭിന്നതയ്ക്കും ഇടയാക്കും. ശരി, അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. കോൺഗ്രസിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് രംഗത്തെത്തുന്നത്. KPCC അധ്യക്ഷനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് AICCക്ക് കത്ത് നൽകുന്ന നിലപാടിലേക്ക് കൊടിക്കുന്നിൽ സുരേഷ് പോയി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ KSU പ്രവർത്തകരെ വെട്ടിനിരത്തിയെന്ന ആരോപണം. കൊടിക്കുന്നിൽ സുരേഷ് ഇടപെട്ട് KSU നേതാക്കളെ ഒഴിവാക്കി എന്നാണ് ആരോപണം. ഉറക്കം നടിക്കുന്നവരെ ചെവിയിൽ പടക്കം പൊട്ടിച്ചാണെങ്കിലും ഉണർത്തുമെന്ന് KSU ജില്ലാ അധ്യക്ഷൻ അൻവർ സുൽഫിക്കർ ഫേസ്ബുക്കിൽ കുറിച്ചു. കൊല്ലം DCC ഓഫീസിൽ KSUവിന്റെ പ്രതിഷേധവും ഉണ്ടായി. നേതാക്കന്മാരെ നമ്മൾ അത് കാണട്ടെ എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിലിപ്പോൾ നിങ്ങളെല്ലാം കാണുന്നതാണ്,
പകുതിയോളം യുവാക്കളെ എല്ലായിടത്തും പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് KSU ജില്ലാ കമ്മിറ്റിയുടെ ലിസ്റ്റ് ഞങ്ങൾ കൈമാറിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ 14 പേരുടെ ലിസ്റ്റിലെ ഏകദേശം ഒരാളെയാണ് നമുക്ക് പരിഗണിച്ച് തന്നിട്ടുള്ളത്. പക്ഷേ സീറ്റുമായി ബന്ധപ്പെട്ട് നമ്മളുമായി ഒരു ചർച്ച ചെയ്യാൻ ഇതുവരെ നേതൃത്വം നിന്നിട്ടില്ല. അപ്പോൾ നേതൃത്വം കണ്ണ് തുറക്കട്ടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലേക്ക് ഒരു പോസ്റ്റ് ഇടേണ്ട സാഹചര്യം ഉണ്ടായത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സലീം മാലിക് കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. സലീം, കൊല്ലത്തെ കോൺഗ്രസിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ KS ഉയർത്തുന്ന പരാതി, നേരത്തെ DCC ഓഫീസിന് മുമ്പിൽ ബിന്ദു കൃഷ്ണ BJPയുടെ ഏജന്റാണോ എന്നുള്ള ചോദ്യമൊക്കെ ഉയർത്തിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ, സീറ്റുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകളുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള തർക്കങ്ങളും പരസ്യ പ്രതിഷേധങ്ങളിലേക്കും പോകുന്നു. എന്താണ് കൊല്ലത്തെ കോൺഗ്രസിൽ സംഭവിക്കുന്നത് സലീം? ശ്രീജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൊല്ലത്തെ കോൺഗ്രസിൽ പലയിടങ്ങളിലും അടിമുടി പ്രശ്നങ്ങളാണ്. പലയിടങ്ങളിലും പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടത്തിൽ നിന്നാണ് പലരും രാജിവെച്ച് CPM-ലേക്ക് ഉൾപ്പെടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് കിളിത്തട്ടിൽ ഉൾപ്പെടെ CPM-ലേക്ക് പോയത്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു വലിയ പ്രതിഷേധവുമായി KSU കൂടി രംഗത്തെത്തുന്നത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ നേരിട്ട് നേതൃത്വം നൽകി DCC-യിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഒപ്പം തന്നെ പരസ്യമായി ഫേസ്ബുക്കിലൂടെ ഉറക്കം നടിക്കുന്നവരെ ചെവിയിൽ പടക്കം പൊട്ടിച്ചാണെങ്കിലും ഉണർത്തും എന്ന നിലയിലുള്ള പ്രതിഷേധ വാക്യങ്ങൾ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്യുന്നു. ഒപ്പം 14 പേരടങ്ങുന്ന പട്ടിക KSU ജില്ലാ കമ്മിറ്റി DCC-ക്ക് നൽകിയിരുന്നു. ആ 14 പേരെയും പരിഗണിക്കണം എന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുണ്ട്. KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ പട്ടികയാണ് സമർപ്പിച്ചത്. പക്ഷേ ആ 14-ൽ വെറും ഒരാളെ മാത്രമാണ് പരിഗണിച്ചത് എന്നുള്ളതാണ് KSUവിന്റെ ആക്ഷേപം. ജില്ലാ പ്രസിഡന്റിന് പോലും മത്സരിക്കാൻ സീറ്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധത്തിലേക്ക് വന്നത്. KSU സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം DCC-ക്ക് മുൻപിൽ നടന്നത് എന്നുള്ളതാണ് അറിയുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി KSU പ്രവർത്തകർ നേരിടുന്നു എന്നുള്ളൊരു ആക്ഷേപം KSU സംസ്ഥാന കമ്മിറ്റിക്കുണ്ട്. കോളേജുകളിൽ പോയി പണിയെടുക്കൂ എന്നുള്ളതാണ് നേതാക്കൾ നൽകിയ മറുപടി എന്നുള്ളതാണ് KSUവിന്റെ ആക്ഷേപം. കോളേജിൽ മാത്രം പണിയെടുക്കാനല്ലാതെ പല പാർട്ടി പരിപാടികളിലും ആളെ കൂട്ടാനും പോസ്റ്റർ ഒട്ടിക്കാനും തല്ലുവാങ്ങാനും മാത്രമാണോ KSU പ്രവർത്തകർ എന്ന ചോദ്യമാണ് KSU കൊല്ലം ജില്ലാധ്യക്ഷനായ അൻവർ സുൽഫിക്കർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ അടുത്ത രണ്ടാം ഘട്ട ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെങ്കിലും മതിയായ പരിഗണന വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. പക്ഷേ നിലവിൽ പരിഗണിക്കുന്നവരുടെ പട്ടികയിലെങ്ങും KSU പ്രവർത്തകർ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഒരു വലിയ പ്രതിഷേധത്തിലേക്ക്, കുറച്ചുകൂടി കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വൈകാതെ തന്നെ തീരുമാനമെടുക്കാനാണ്. എന്തായാലും രണ്ടാം ഘട്ട പട്ടികയ്ക്കായാണ് KSU ഇപ്പോൾ കൊല്ലം ജില്ലാ കമ്മിറ്റി കാത്തിരിക്കുന്നത്. റിജിത്ത്, ശരി. സലീം മാലിക് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടാണ് KSUവിന്റെ പ്രതിഷേധം. സലീം മാലിക് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിൽ വീണ്ടും രാജി. കരുവേലിപ്പടി കൗൺസിലർ ബാസ്റ്റിൻ ബാബുവും പ്രവർത്തകരും പ്രാഥമിക അംഗത്വം രാജിവെച്ചു. സ്ഥാനാർത്ഥി പട്ടികയിൽ എറണാകുളം ജില്ലയിൽ യൂത്ത് കോൺഗ്രസിനെ തടഞ്ഞു എന്നാണ് ആക്ഷേപം. ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. CPM-നെ കണ്ട് പഠിക്കണം എന്നും വിമർശനമുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ശ്രീലക്ഷ്മി ബി പിള്ള വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീലക്ഷ്മി, ഇത് തെറ്റിപ്പിരിഞ്ഞ് കളമാറ്റത്തിന്റെ കൂടി കാലമാണ്. എന്താണ് രാജിവെച്ചവർ പറയുന്നത്? എന്താണ് അവരുടെ തുടർ നീക്കം? വിവരങ്ങൾ എന്താണ് ശ്രീലക്ഷ്മി? റീജിത്ത്, ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു സീറ്റ് മാത്രമായിരുന്നു നൽകിയിരുന്നത്. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് രണ്ടാമത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സീറ്റുകൾ നൽകാമെന്നുള്ള കാര്യം കോൺഗ്രസിൽ നിന്ന് പറഞ്ഞിരുന്നു. എന്നാൽ രണ്ടാമത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ട തരത്തിലുള്ള സീറ്റുകൾ നൽകിയില്ലെന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് അവർ ജയിക്കേണ്ട മണ്ഡലങ്ങളിൽ നിന്നും സീറ്റുകൾ നൽകിയിട്ടില്ല, അല്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് സീറ്റുകൾ നൽകിയിരിക്കുന്നത്. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോടുള്ള അവഗണനയാണ് ഇപ്പോൾ UDF കാണിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അബിൻ വർക്കിയൊക്കെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് പ്രധാനമായും അവർ അന്ന് തന്നെ പറഞ്ഞിരുന്നത് 50% യുവാക്കളെ തെരഞ്ഞെടുപ്പിൽ ഉൾക്കൊള്ളിക്കണം എന്നതായിരുന്നു. എന്നാൽ ഇതുവരെയുമായി CPM-നെ കണ്ടുപഠിക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമായും പറയുന്നത്. CPM എല്ലാ പ്രാവശ്യത്തെയും തെരഞ്ഞെടുപ്പുകളിലും അവർ യുവാക്കളെ ഇറക്കും.
പ്രവർത്തകർക്കും. അതിനാൽ തന്നെ അവർ പല സീറ്റുകളിലും വിജയിക്കാനുള്ള കാരണം ഇത് തന്നെ എന്നുള്ള ആക്ഷേപവുമായാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കരുവേലിപ്പടി ശരി, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിലേക്കല്ല ദേശീയ നേതൃത്വത്തിന് മുമ്പിലേക്ക് കൂടുതൽ പരാതികൾ എത്തുകയാണ്. ശ്രീലക്ഷ്മി ബി പിള്ള കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇടുക്കിയിൽ ജില്ലാ പഞ്ചായത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മുസ്ലിം ലീഗ്. അടിമാലി ഡിവിഷനിൽ സീറ്റ് വേണം എന്നാണ് ആവശ്യം. നാളെ UDF-ൽ അവസാനവട്ട ചർച്ച നടക്കാനിരിക്കെയാണ് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ജില്ലാ UDF-ൽ ചർച്ചകൾ 50% പോലും പൂർത്തീകരിക്കാത്ത ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് ജില്ലാ സീറ്റുകളിൽ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് തികച്ചും തെറ്റാണ്. മുസ്ലിം ലീഗ് ദേവികുളം നിയോജക മണ്ഡലം UDF-ന് നൽകിയിട്ടുള്ള സീറ്റുകളിൽ ധാരണയായില്ലെങ്കിൽ ദേവികുളം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒന്നാകെ എടുത്തിരിക്കുന്ന തീരുമാനം മാറി നിന്നുകൊണ്ട് സ്വതന്ത്രമായി മത്സരിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല, മറ്റിടങ്ങളിൽ അധികമായി സീറ്റുകൾ നൽകാം എന്നുള്ളൊരു ഫോർമുലയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിന് വഴങ്ങാൻ തയ്യാറല്ല. ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് വേണം എന്നുള്ള ആവശ്യം കടുപ്പിക്കുകയാണോ ലീഗ്? എന്താണ് നേതൃത്വം വിശദീകരിക്കുന്നത് ലാൽകൃഷ്ണൻ? ഒരു വെല്ലുവിളിയുമായിട്ടാണ് മുസ്ലിം ലീഗ് നിലവിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവസാന മണിക്കൂറുകളിൽ ഒരു വെല്ലുവിളി തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും മുസ്ലിം ലീഗിൻ്റെ ആവശ്യം ജില്ലാ പഞ്ചായത്തിലടക്കം സീറ്റ് വേണം എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് മാത്രമല്ല, ജില്ലാ പഞ്ചായത്തിലേക്ക് അടിമാലി ഡിവിഷനിലെ സീറ്റ് തന്നെ വേണം എന്നതാണ് അവരുടെ ആവശ്യം. നിലവിൽ അത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ആ സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അത് കോൺഗ്രസിൻ്റെ ശക്തമായ ഒരു മേഖലയാണ് എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. പക്ഷേ ആ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിലേക്ക് പോകുമ്പോൾ മറ്റിടങ്ങളിലടക്കം സ്വതന്ത്രമായി നിന്ന് മത്സരിക്കും, മുന്നണിക്ക് പുറത്ത് നിന്ന് മത്സരിക്കും എന്ന രീതിയിലുള്ളൊരു ഭീഷണിയാണ് നിലവിൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ സമ്മർദ്ദം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെ അനുരഞ്ജനത്തിലെത്തിച്ച് പ്രശ്നപരിഹാരം കാണാം എന്ന തീരുമാനത്തിലേക്ക് നിൽക്കുന്ന സമയത്താണ് ലീഗിൻ്റെ ഭാഗത്തു നിന്ന് കൂടി ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കുന്നത്. നാളെ അവസാനഘട്ട ചർച്ചകളാണ്. അതായത് മുനിസിപ്പാലിറ്റിയിലേക്കും മറ്റിടങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികൾ തീരുമാനിച്ച് സീറ്റുകളുടെ എണ്ണം പറയാൻ വേണ്ടി UDF നാളെ യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടിമാലി സീറ്റിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിലേക്ക് മുസ്ലിം ലീഗ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ അവിടുത്തെ സിറ്റിംഗ് മെമ്പർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മെമ്പർ തന്നെയാണ്. വനിതാ സീറ്റായിരുന്നത്, അത് ജനറൽ സീറ്റായി മാറിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ അവിടെ പ്രചരണം അടക്കമുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഏകദേശം തുടക്കവും കുറിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ആ സീറ്റ് ലീഗിൻ്റെ തന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സിയാദിന് വേണം എന്നൊരാവശ്യമാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന ചർച്ചയിൽ അത് പ്രായോഗികമല്ല എന്ന നിലപാട് UDF ഒറ്റക്കെട്ടായി തന്നെ എടുത്തതാണ്. അതിൻ്റെ പ്രധാന കാരണം നേരത്തെ പറഞ്ഞ പോലെ വിജയ സാധ്യത പരിഗണിക്കുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്കുള്ളതാണ് എന്നുള്ളതാണ്. അവിടെ പ്രധാനമായിട്ടുമുള്ള സാമുദായിക സമവാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോഴും അത് കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്ന ഒന്നാണ്. അവിടെ ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിന്നാൽ ആ സീറ്റ് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ അടിമാലി ഡിവിഷനിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ, സീറ്റ് നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന മുന്നറിയിപ്പാണ്, ഭീഷണിയാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെ കടന്നാക്രമിച്ച് PK ശശി. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരെയും ഉദ്ദേശിച്ചല്ല. വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ട് നടക്കുന്നത് അപമാനമാണ്. കള്ളിന്റെയും കഞ്ചാവിന്റെയും കാര്യം പറയുമ്പോൾ CPIM ജില്ലാ സെക്രട്ടറി എന്തിന് അസഹിഷ്ണുത കാണിക്കുന്നുവെന്നും PK ശശി ചോദിച്ചു. വിവരമില്ലായ്മ എന്ന് പറയുന്നത് ഒരു കുറ്റമേ അല്ല. വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നതും അത് തന്റെ കയ്യിൽ ഒരു വലിയ ഭൂഷണമാണ് എന്ന രൂപത്തിൽ കാണുന്നതും അതാണ് വലിയ അപമാനകരമായ കാര്യം. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഞാനങ്ങ് ചെറുതായി പോകും, പറഞ്ഞ ആള് അത് വളരെ വലുതായി പോകുമെന്ന ധാരണയാണുള്ളതെങ്കിൽ വേറെ ഒന്നും എനിക്കധികം പറയാനൊന്നുമില്ല. ഈ കള്ളിന്റെയും കഞ്ചാവിന്റെയും കാര്യം പറയുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കേണ്ട, അസഹിഷ്ണുവാക്കേണ്ട കാര്യം എന്താണുള്ളത്? അതിൽ അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞതൊരു പരമസത്യമാണ്. ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ അയാളെ കുറിച്ചും പറഞ്ഞിട്ടില്ല, ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. ഈ പുട്ടിന് രേഖ ഇടുന്നത് പോലെ ഇടക്കിടക്ക് PK ശശി എന്ന് പറഞ്ഞാൽ പുണ്യം കിട്ടുമെങ്കിൽ ആ പുണ്യം ഈ പറയുന്ന ആളുകൾക്ക് ഇരിക്കട്ടെ. പാർട്ടിയിലുള്ള ഏത് സുരേഷ് ബാബുവിനും PK ശശിക്കുമുള്ള മെമ്പർഷിപ്പും എല്ലാം ഈ 5 രൂപേന്റെ മെമ്പർഷിപ്പാണ്. PK ശശിന്റെ മെമ്പർഷിപ്പ് 5 രൂപക്കും സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള ആളുകളുടെ മെമ്പർഷിപ്പിന് 500 രൂപയും വിലയൊന്നുമില്ല. 5 രൂപേന്റെ മെമ്പർഷിപ്പ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ആദ്യം PK ശശിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നു. അതിന് പിന്നാലെ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് കൊണ്ടാണ് ഇപ്പോഴും ബ്രാഞ്ചിൽ ഇരിക്കേണ്ടി വരുന്നത് എന്നുള്ള മറുപടി ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി. തർക്കം അവിടെ അവസാനിക്കുകയല്ല, കൂടുതൽ വിവാദങ്ങളിലേക്കും പരസ്യപോരിലേക്കും കാര്യങ്ങൾ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ശ്രീജിത്ത്,
തീർച്ചയായും ടി കെ, അതായത് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രധാനമായും ഉന്നം വെച്ചിരുന്നത് EN സുരേഷ് ബാബുവിനെ തന്നെയാണ് എന്ന് നിസ്സംശയം നിസ്തർക്കം ആ പോസ്റ്റ് വായിച്ച രാഷ്ട്രീയം അറിയുന്ന, പാലക്കാടൻ രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം. കള്ളിന്റെയും കഞ്ചാവിന്റെയും സ്പിരിറ്റ് അത് കമ്മ്യൂണിസ്റ്റ് സ്പിരിറ്റ് അല്ല എന്നാണ് പറയുന്നത്. ജില്ലാ സെക്രട്ടറിയോട് അടുപ്പമുള്ള ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്പിരിറ്റ് കേസിൽ അറസ്റ്റിലായിരുന്നു. ഇതിനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു PKCയുടെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത്. മാർസിന്റെ ശവകുടീരത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി പങ്കുവച്ചായിരുന്നു ആ പോസ്റ്റ്. അതിന് മറുപടിയായാണ് അല്പസമയം മുൻപ്, അതായത് ഇന്ന് രാവിലെ EN സുരേഷ് ബാബുവിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായത്. ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതുകൊണ്ടാണ് PK ശശി ഇപ്പോഴും ബ്രാഞ്ചിൽ ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതിനാണ് കൃത്യമായി താൻ ആരെയും ഉദ്ദേശിച്ചല്ല ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അവർക്ക് തോന്നുന്നതാണെങ്കിൽ തന്റെ തെറ്റല്ല. ഇതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ് വിവരമില്ലായ്മ. അത് അപമാനകരമാണ് എന്നാണ് PK ശശി പറയുന്നത്. കൂടാതെ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, താൻ ഒരു സ്ഥാനാർത്ഥികളെയും എവിടെയും മത്സരിപ്പിച്ചിട്ടില്ല, അത് തെറ്റായ പ്രചരണമാണ്. ഇത് കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തനിക്കും സുരേഷ് ബാബുവിനുള്ള കൃത്യമായ മറുപടിയാണ്. തനിക്കും സുരേഷ് ബാബുവിനും ഉള്ളത് ഒരേ പാർട്ടി മെമ്പർഷിപ്പ് തന്നെയാണ്. അത് 5 രൂപയുടെ മെമ്പർഷിപ്പാണ്. സുരേഷ് ബാബുവിന് 500 രൂപയുടെയും PK ശശിക്ക് 5 രൂപയുടെ മെമ്പർഷിപ്പ് എന്നൊന്നില്ല. പാർട്ടിയുടെ അടിസ്ഥാന ഘടകം ബ്രാഞ്ചാണ്. അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണെന്നാണ് PK ശശി പറയുന്നത്. അതായത് പോർവിളികൾ തുടരുന്നു, കൃത്യമായ രീതിയിലുള്ള മറുപടി അത് 24-ലൂടെ അല്പസമയം മുൻപ് PK ശശി നടത്തിയിരിക്കുന്നു. താൻ കീഴടങ്ങാൻ തയ്യാറല്ല, ഇനിയും പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് PK ശശിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണവും തെളിയിക്കുന്നത്. ഏറ്റവും ഒടുവിലായി വരുന്നൊരു അറിയിപ്പ് പ്രേക്ഷകരെ അറിയിക്കാം. വെട്ടുകാട് മാദ്രേ ദേവൂസ് ദേവാലയത്തിലെ തിരുനാൾ പ്രമാണിച്ച് നാളെ, അതായത് 14-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച പ്രാദേശിക അവധി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ബാധകമായിരിക്കില്ല എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസും നവംബർ 14 വെള്ളിയാഴ്ച, അതായത് നാളെ ഉച്ചയ്ക്ക് ശേഷം തുറന്ന് പ്രവർത്തിക്കുമെന്ന് കമ്മീഷണർ അറിയിച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ദേശീയ രാഷ്ട്രീയം ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ വരികയാണ്. ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. എക്സിറ്റ് പോൾ ഫലങ്ങൾ വൻ വിജയം പ്രവചിച്ചതിന്റെ ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമാണ് NDA ക്യാമ്പ്. റെക്കോർഡ് പോളിംഗ് ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവാണെന്ന് മഹാസഖ്യം കണക്കുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പ്രേക്ഷകരിലെത്തിക്കാൻ ടീം 24ഉം സജ്ജമാണ്. വാശിയേറിയ പ്രചാരണം, ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ്, എല്ലാത്തിനുമൊടുവിൽ അധികാരം ആരുടെ കൈകളിലേക്കെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം നീളുന്ന കാത്തിരിപ്പാണിനി. 38 ജില്ലകളിലായി 46 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമായി കഴിഞ്ഞു. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണി തുടങ്ങും. എക്സിറ്റ് പോളുകൾ വൻ വിജയമാണ് NDAക്ക് പ്രവചിക്കുന്നത്. JDU കൂട്ടത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്നും. നിതീഷ് വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്കെന്ന് ഉറപ്പിക്കുന്നു മുന്നണി. കടുവ ജീവനോടെ തന്നെ ഉണ്ടെന്ന പോസ്റ്ററുകൾ JDU ഓഫീസിന് മുന്നിൽ ഇന്ന് കണ്ടു. എക്സിറ്റ് പോളിൽ പിന്നിലാണെങ്കിലും ജനങ്ങൾ നൽകിയ എക്സാറ്റ് പോളിൽ വൻ വിജയം നേടുമെന്ന് RJD നേതാവ് മൃത്യുഞ്ജയ് തിവാരി പറഞ്ഞു. ബീഹാറിൽ വൻതോതിൽ വോട്ടുകൊള്ള നടന്നിട്ടുണ്ടെന്ന് ആം ആദ്മി നേതാവ് സഞ്ജയ് സിംഗ് ഇന്ന് പറഞ്ഞു. ഇന്നലെ റോത്താസ് ജില്ലയിലെ ഒരു ചന്തയിൽ EVMകൾ നിറച്ച ഒരു ട്രക്ക് എത്തിയെന്ന പ്രചാരണമുണ്ടായി. സ്ഥാനാർത്ഥികളോടൊപ്പം ട്രക്ക് പരിശോധിച്ചെന്നും വെറും കാലിപ്പെട്ടികളാണ് ഉണ്ടായിരുന്നതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. 24 പട്ന. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ ഹർജി നൽകേണ്ടത് സുപ്രീം കോടതിയിലാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നാളെ വിധി പറയും. തദ്ദേശ തിരഞ്ഞെടുപ്പും SIRഉം ഒരേ സമയത്താണ് നടക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥക്ഷാമത്തിനും ഭരണസ്തംഭനത്തിനും ഇടയാക്കും. ഇക്കാര്യം കാണിച്ച ചീഫ് സെക്രട്ടറിക്ക് കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കത്തയച്ചിട്ടും മറുപടി ലഭിച്ചില്ല. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. SIRന് അടിയന്തര പ്രാധാന്യമില്ലെന്നും സർക്കാർ ഹർജിയിൽ പറയുന്നു. നടപടികൾ നീട്ടിവെക്കണമെന്നാൽ പരോക്ഷമായി SIR തടസ്സപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു. നടപടികൾ 55% പൂർത്തിയായ ഈ ഘട്ടത്തിൽ നിർത്തിവെക്കുന്നത് പ്രായോഗികമല്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് SIR പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരും കേരളത്തിന്റെ ആവശ്യത്തെ എതിർത്തു. SIRുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് സുപ്രീം കോടതിയാണെന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. സർക്കാർ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച് നാളെ വിധി പറയും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി.
ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. പ്രതികൾ രഹസ്യ സ്വഭാവമുള്ള മാപ്പുകളും ആക്രമണ പദ്ധതികളുടെ വിശദാംശങ്ങളും പങ്കുവച്ചത് സ്വിസ് ആപ്ലിക്കേഷൻ വഴിയാണ്. എൻക്രിപ്റ്റ് ചെയ്ത സ്വിസ് ആപ്ലിക്കേഷനായ ത്രീമയാണ് ഇവർ ഉപയോഗിച്ചത് എന്നാണ് കണ്ടെത്തൽ. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അജീഷ്, കൃത്യമായ ആസൂത്രണം ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നിരന്തരമായി അവർ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു, ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. ഈ നിഗമനങ്ങളിലേക്കൊക്കെ ഇപ്പോൾ NIA എത്തിച്ചേരുന്നുണ്ട്. ഇവർ ഇതിന്റെ ആസൂത്രണം നടത്തിയ രീതി സംബന്ധിച്ച് കൂടുതലായി പുറത്തുവരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അജീഷ് ജയകുമാർ? രജിത്ത്, ഇവർ ഈ ആസൂത്രണം തുടങ്ങിയത് 2 വർഷങ്ങൾക്ക് മുൻപേ ആയിരുന്നു എന്നുള്ള വിവരം നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതാണ്. ഇവർ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഈ അൽഫല സർവകലാശാലയിലെ ഈ ഡോക്ടർ ഉമറിന്റെയും ഡോക്ടർ മുസമ്മില്ലയുടെയും മുറികൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ ചില ഡയറികൾ കണ്ടെത്തിയത്. ഡയറിക്കുള്ളിൽ നിന്ന് ഇവർ ചില കോഡ് ഭാഷ ഉപയോഗിച്ച് നടത്തിയ ചില കോഡ് ഭാഷയിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ നിന്നാണ് ഇവർ ആസൂത്രണം തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുമ്പാണെന്ന് മനസ്സിലായത്. മാത്രമല്ല, വലിയ സ്ഫോടനത്തിന് തന്നെ അവർ ലക്ഷ്യമിട്ടിരുന്നത് വ്യക്തമായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്തത്. ഇവർ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഈ രഹസ്യ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ ചാറ്റുകൾ നടത്തിയിരുന്നത്, ഈ ഗൂഢാലോചന നടത്തിയിരുന്നത് എന്നായിരുന്നു അന്വേഷണ സംഘം പ്രധാനമായും നോക്കിയിരുന്നത്, പരിശോധിച്ചത്. അങ്ങനെയാണ് ഈ ത്രീമ എന്ന ഒരു ആപ്പ്, അത് ഇന്ത്യയിൽ അധികം കേട്ട് പരിചയമില്ലാത്ത ഒരു സ്വിസ് ആപ്ലിക്കേഷനാണ്. സ്വിറ്റ്സർലാൻഡാണ് അതിന്റെ സ്വദേശം. ഇവിടെ നിന്നാണ് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഹൈലി എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സാധാരണ വാട്സപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അതും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആണെങ്കിൽ പോലും ഈ ത്രീമ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഒരു ഇമെയിലോ പോലും വേണ്ടാതെ ഒരാൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. അതിന് പേയ്മെന്റ് ഉണ്ട്, 1 ടൈം ഫീ ആണ്. ആർക്ക് വേണമെങ്കിലും അതിൽ പണം അടച്ച് അതിൽ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിക്കുകയും ചെയ്യും. ഇതുവഴി ഈ ഡൽഹിയിലെയും മറ്റും ഈ സ്ഫോടനം നടത്തേണ്ട ലക്ഷ്യസ്ഥാനങ്ങളുടെ കൃത്യമായ മാപ്പുകൾ, ആക്രമണ രീതികൾ, ബോംബ് നിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, ഇക്കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ പങ്കുവച്ചിരുന്നത്. ഈ വിവരങ്ങളെല്ലാം തന്നെ ഈ രഹസ്യ പ്ലാറ്റ്ഫോം വഴിയാണ് കൈമാറ്റം ചെയ്തിരുന്നത് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ആപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് ഡേറ്റ മാത്രമേ ഇതിൽ അവർ ശേഖരിച്ച് വയ്ക്കുകയുള്ളൂ. മാത്രമല്ല, മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞാൽ അത് ശേഖരിച്ച് വയ്ക്കാതെ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതാണ് ഈ ആപ്പിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഇവർ ഇത്രയ്ക്കും രഹസ്യ സ്വഭാവമുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ രഹസ്യ വിവരങ്ങൾ കൈമാറ്റം ചെയ്തത്. ശരി, അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വലിയ ആസൂത്രണം ഈ പ്രതികൾ നടത്തിയിരുന്നു. 6 ഇടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഡൽഹി സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച് i20 കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ നബി തന്നെയാണെന്ന സ്ഥിരീകരണവും ഇന്നുണ്ടായി. ഡോക്ടർ ഉമർ പ്രവർത്തിച്ചത് തുർക്കി ആസ്ഥാനമായ ഉക്കാസ എന്ന രഹസ്യ ഹാൻഡിലിന്റെ നിർദ്ദേശമനുസരിച്ചാണ് എന്നാണ് കണ്ടെത്തൽ. വൈറ്റ് കോളർ ഭീകര സംഘത്തെ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധിപ്പിച്ചത് ഉക്കാസയാണ്. അതിനിടെ ഫരീദാബാദിലെ അൽഫല സർവകലാശാലയ്ക്കെതിരെ EDയും അന്വേഷണം ആരംഭിച്ചു. കുടുംബാംഗങ്ങളുടെ DNA സാമ്പിൾ പരിശോധനയിലാണ് സ്ഫോടനത്തിൽ ഡോക്ടർ ഉമർ മുഹമ്മദും കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചത്. പ്രതികൾ വൻ ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്തതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഡിസംബർ 6-ന് ആക്രമണം നടത്താനായിരുന്നു പദ്ധതി. ഡോക്ടർ ഉമർ മുഹമ്മദും ഡോക്ടർ മുസ്മിൻ ഷക്കീലും തുർക്കി സന്ദർശിച്ചതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഇരുവരുടെയും പാസ്പോർട്ടുകളിൽ തുർക്കി ഇമിഗ്രേഷൻ സ്റ്റാമ്പുകൾ കണ്ടെത്തി. തുർക്കി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷമാണ് ഡോക്ടർ മുസമ്മിൽ അൽഫല മെഡിക്കൽ കോളേജിൽ ചേർന്നത്. ഡോക്ടർ അദീലിന് സഹാറൻപൂരിലായിരുന്നു നിയമനം. റിക്രൂട്ട്മെന്റിനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിയമനം തെരഞ്ഞെടുക്കുകയായിരുന്നു. ഡോക്ടർ ഉമർ മുഹമ്മദ് രഹസ്യ ഹാൻഡിലായ ഉക്കാസയുമായി നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു. ഇയാളെ കാണാനാണ് ഡോക്ടർ ഉമർ തുർക്കിയിൽ പോയതെന്നും ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉമർ ഉഖാസയുമായി പങ്കുവച്ചുവെന്നും വിവരമുണ്ട്. ഉഖാസ എന്ന വാക്കിന് അറബിയിൽ ചിലന്തി എന്നർത്ഥം. തുർക്കി കേന്ദ്രീകരിച്ചുള്ള ഉഖാസ എന്ന രഹസ്യ ഹാൻഡിലിനു പിന്നിൽ ആര്? അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. വൈറ്റ് കോളർ ഭീകര സംഘത്തെ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധിപ്പിച്ചത് ഉഖാസ എന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വിനീത വിജി, 24, ഡൽഹി. ഫരീദാബാദ് അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടേഴ്സ് അടങ്ങിയ ഭീകര സംഘം കഴിഞ്ഞ 2 വർഷമായി ആസൂത്രണം ചെയ്തത് വൻ സ്ഫോടനങ്ങളാണ് എന്നാണ് വിവരം. യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ മുസമ്മിൽ ഗനായിയുടെയും ഉമർ നബിയുടെയും മുറികളിൽ നടത്തിയ പരിശോധനയിൽ ഒരു ഡയറി പിടിച്ചെടുത്തിരുന്നു. ചില ഡയറി കുറിപ്പുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നു. അതിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. 3 വർഷമായി യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിപ്പിച്ചിരുന്ന ഡോക്ടർ മുസമ്മിലാണ് 2 മുറികളും വാടകയ്ക്കെടുത്തത്. ഇതിലൊന്ന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയും മറ്റൊന്ന് ഒറ്റപ്പെട്ട സ്ഥലത്തുമായിരുന്നു. ഉമറും മുസമ്മിലും സ്ഫോടക വസ്തുക്കൾ രഹസ്യമായി കടത്തിക്കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്നത് ഈ മുറികളിലാണ്.
പിടിച്ചെടുത്ത നോട്ട് ബുക്കുകളിലും ഡയറികളിലും നവംബർ 8 മുതൽ 12 വരെയുള്ള തീയതികളോടുകൂടിയ രഹസ്യ കോഡുകളും പേരുകളും നമ്പറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒന്നിലധികം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന്റെ സൂചനയാണ് നൽകുന്നത്. ഓപ്പറേഷൻ എന്ന വാക്ക് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. പ്രതികളായ ഉമർ നബി, ഡോക്ടർ മുസമ്മിൽ ഗനായി, ഡോക്ടർ ആദിൽ, ഡോക്ടർ ഷഹീൻ എന്നിവർ ചേർന്ന് 20 ലക്ഷം രൂപയോളം സമാഹരിച്ച് ഉമറിന് കൈമാറി. IED നിർമ്മിക്കാനായി 20 ക്വിന്റലിലധികം NPK വളം സംഘടിപ്പിച്ചത് ഈ തുക ഉപയോഗിച്ചാണ്. ബോംബ് നിർമ്മാണത്തിനായി സർവകലാശാല ലാബിൽ നിന്നും രാസവസ്തുക്കളും മോഷ്ടിച്ചു. മുസാമിലിന്റെ മുറിയിൽ ബോംബ് നിർമ്മിക്കാൻ പരീക്ഷണങ്ങൾ നടത്തിയതായും കണ്ടെത്തി. കൂട്ടാളികൾ പിടിക്കപ്പെട്ടതോടെയാണ് പെട്ടെന്ന് സ്ഫോടനം നടത്താൻ ഡോക്ടർ ഉമർ തീരുമാനിച്ചത്. കാറിന്റെ പിൻസീറ്റിൽ വെച്ച് സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതി. അതിനാണ് കാർ ചെങ്കോട്ടയിൽ 3 മണിക്കൂറോളം പാർക്ക് ചെയ്തത്. തിരക്ക് കുറഞ്ഞത് കാരണം പദ്ധതി മാറ്റി. ചെങ്കോട്ട സിഗ്നലിന് സമീപം സ്ഫോടനം പെട്ടെന്ന് തയ്യാറാക്കിയ പദ്ധതിയെന്നാണ് നിഗമനം. ഡൽഹിയിൽ 11 മണിക്കൂറോളം ഹ്യുണ്ടായി i20 വാഹനത്തിൽ കറങ്ങിയതും കാൽനട യാത്രക്കാർ കൂടുതലുള്ള സ്ഥലം ലക്ഷ്യമിട്ടായിരുന്നു. കൊണാട്ട് പ്ലേസിൽ ഒമർ കാറിൽ കറങ്ങുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. 32 വാഹനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സജ്ജമാക്കാനാണ് പദ്ധതിയിട്ടിരുന്നത്. ഇതിനായി 4 വാഹനങ്ങളാണ് ഇവർ ആദ്യം വാങ്ങിയത്. ഇതിൽ 3ാമത്തെ വാഹനമായ മാരുതി ബ്രസ കാർ അൽഫല സർവകലാശാല ക്യാമ്പസിൽ നിന്ന് കണ്ടെത്തി. സ്ഫോടനം നടന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ വീണ്ടും മൃതദേഹഭാഗം കണ്ടെത്തി. അതിനിടെ ഡോക്ടർ ഷഹീനുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ കൂടി UP ATS അറസ്റ്റ് ചെയ്തു. ജമ്മു കശ്മീർ സ്വദേശിയായ മുഹമ്മദ് ആരിഫ് കാൻപൂർ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ കാർഡിയോളജി വിദ്യാർത്ഥിയാണ്. ചുവന്ന എക്കോസ്പോർട്ട് കാർ ഉപേക്ഷിച്ച ഫഹീം എന്നയാളും അറസ്റ്റിലായി. ഡോക്ടർ ഉമർ നബിയുടെ ബന്ധുവാണ് ഇയാൾ. 24 ഡൽഹി. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസ് നിലവിൽ അന്വേഷിക്കുന്നത് NIA ആണ്. എന്നാൽ ഫരീദാബാദിലെ അൽഫല സർവകലാശാലയ്ക്കെതിരെ EDയുടെ അന്വേഷണം കൂടി ആരംഭിച്ചു കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ഫണ്ടുകൾ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി വഴിതിരിച്ചു വിട്ടിട്ടുണ്ടോ എന്നതിലാണ് അന്വേഷണം നടക്കുക. അതിനിടെ വെബ്സൈറ്റിൽ വ്യാജ അക്രഡിറ്റേഷൻ വിവരങ്ങൾ പ്രദർശിപ്പിച്ചതിന് അൽഫല സർവകലാശാലയ്ക്ക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നോട്ടീസ് അയച്ചു. ഡൽഹി ഓഖ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർവകലാശാലയിൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കൂടുതൽ ജമ്മു കശ്മീർ സ്വദേശികൾ. ഓഖ്ലയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തിയ പരിശോധനയിൽ അറബ് രാജ്യങ്ങളിൽ നിന്നടക്കം ട്രസ്റ്റ് വിദേശ സംഭാവന കൈപ്പറ്റിയിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഈ ഫണ്ടുകൾ ഭീകരപ്രവർത്തനങ്ങൾക്കായി വഴിതിരിച്ചു വിട്ടോ എന്നതാണ് ED അന്വേഷിക്കുന്നത്. സർവകലാശാലയുടെ പ്രവർത്തനം സംബന്ധിച്ച് ഡൽഹി പോലീസ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗവും അന്വേഷണം നടത്തും. യൂണിവേഴ്സിറ്റിയിൽ കശ്മീരിൽ നിന്നുള്ളവരെ കൂട്ടത്തോടെ നിയമിച്ചത് കുറഞ്ഞ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇത് ക്യാമ്പസിൽ തീവ്ര മതപരമായ അന്തരീക്ഷം വളരാൻ കാരണമായെന്ന ആരോപണം ശക്തമാണ്. അറസ്റ്റിലായ ഡോക്ടർമാരെ നിയമിച്ചതിലെ മാനദണ്ഡങ്ങൾ NIAയും പരിശോധിക്കുന്നുണ്ട്. അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ ക്യാമ്പസിൽ വിദ്യാർത്ഥികളെയും സ്റ്റാഫുകളെയും ബുർഖയും ഹിജാബും ധരിക്കാൻ നിർബന്ധിച്ചിരുന്നു. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മാനേജ്മെന്റ് നടപടിയെടുത്തിരുന്നില്ല. അൽ ഫലാഗ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനും ചാൻസലറുമായ ജവാദ് അഹമ്മദ് സിദ്ദിഖിയുടെ മുൻകാല ജീവിതവും അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ജാമ്യ മിലിയയിൽ ജോലി ചെയ്യുന്നതിനിടെ സിദ്ദിഖി സഹോദരൻ സൗദിനൊപ്പം സംരംഭം ആരംഭിച്ച് പണം തട്ടിയിരുന്നു. ഇതിനെ തുടർന്ന് അറസ്റ്റിലായ സിദ്ദിഖിയും സഹോദരനും 3 വർഷത്തിലധികം തിഹാർ ജയിലിൽ കിടന്നു. കോവിഡ് സമയത്ത് ലൈഫ് ഇൻഷുറൻസ് ആവശ്യപ്പെട്ട നഴ്സുമാരെ പിരിച്ചുവിട്ടതിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിലും സ്റ്റൈപ്പൻഡ് നൽകാത്തതിലും പ്രതിഷേധിച്ച മെഡിക്കൽ ഇന്റേണുകളെ സസ്പെൻഡ് ചെയ്തതിലും അൽ ഫലാഗ് യൂണിവേഴ്സിറ്റിക്കെതിരെ ആരോപണങ്ങളുണ്ടായിരുന്നു. വെബ്സൈറ്റിൽ തെറ്റായ അക്രഡിറ്റേഷൻ വിവരങ്ങൾ പ്രദർശിപ്പിച്ചതിന് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലും സർവകലാശാലയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. യൂണിവേഴ്സിറ്റിക്ക് NAAC അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നും എന്നാൽ മുൻപ് A ഗ്രേഡ് ലഭിച്ച കോളേജുകളുടെ പേര് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചുവെന്നുമാണ് നോട്ടീസിൽ പറയുന്നത്. 24 ഡൽഹി. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന 2 വിവരങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. ഒന്ന്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ 10 ഡിവിഷനുകളിലേക്കുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, വർക്കലയിൽ പെൺകുട്ടിക്ക് നേരെ ട്രെയിനിൽ വെച്ചുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതി സുരേഷിന്റെ തിരിച്ചറിയൽ പരേഡ് നടത്തി. ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ സുഹൃത്ത് അർച്ചന എന്ന കുട്ടി പ്രതി സുരേഷിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നാളെ പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള നീക്കം റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. തൃശൂർ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ ഉദ്യോഗസ്ഥനെ തടവുകാർ ആക്രമിച്ചു. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കോയമ്പത്തൂർ സ്ഫോടനക്കേസിലെ പ്രതി അസറുദ്ദീൻ, മാവോയിസ്റ്റ് കേസ് പ്രതി മനോജ് എന്നിവർ ചേർന്നാണ് ഈ ഉദ്യോഗസ്ഥനെ ആക്രമിച്ചത്. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? അതീവ സുരക്ഷാ ജയിലാണ്, എന്താണ് സംഭവിച്ചത്? റിനു.
രജിത്ത്, തൃശൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ ഇന്ന് വൈകുന്നേരം 5:30 കൂടിയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായിട്ടുള്ള അഭിനവിന് നേരെ ആക്രമണം ഉണ്ടായത്. കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതി അസറുദ്ദീൻ തമിഴ്നാട് സ്വദേശിയാണ്. ഇയാളെ മറ്റൊരു NIA കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ അതീവ സുരക്ഷാ ജയിലിൽ തടവുകാരനായി പാർപ്പിച്ചിരിക്കുന്നത്. വിചാരണ തടവുകാരനാണ്. മാവോയിസ്റ്റ് കേസ് പ്രതിയായിട്ടുള്ള മനോജ്. ഈ രണ്ടുപേരും ചേർന്നാണ് ഈ അഭിനവിനെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഇവർക്ക് 5:30 കൂടി പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു റിഫ്രഷ്മെന്റ് പരിപാടിയുണ്ട്. അതിന് പോയതിന് എത്തുമ്പോഴേക്കും നേരത്തെ സെല്ല് പൂട്ടി എന്നുള്ളത് ആരോപിച്ചാണ് ഈ സെല്ലിന്റെ അകത്തുള്ള ബാത്റൂമിന്റെ ലോക്ക് എടുത്തുകൊണ്ട് അഭിനവിനെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഈ മർദ്ദിക്കുന്നത് കണ്ടുകൊണ്ട് റജികുമാർ എന്ന് പറയുന്ന സഹതടവുകാരൻ ഇവരെ പിടിച്ചു മാറ്റാൻ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. റജികുമാറിനെ അതിക്രൂരമായി ഈ രണ്ടുപേരും ചേർന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ്. രണ്ടുപേർക്കും സാരമായിട്ടുള്ള പരിക്കുണ്ട്. ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ജയിൽ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതി അസറുദ്ദീനാണ് ഇതിലെ പ്രധാന കക്ഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാന പ്രതി എന്ന് പറയുന്നത്. മാവോയിസ്റ്റ് കേസിലെ പ്രതി മനോജ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് അഭിനവ് എന്ന് പറയുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഈ ജയിലധികൃതരെ ആക്രമിക്കുക എന്നത് ഗുരുതരമായ വിഷയമാണ്. എന്താണ് ഈ ഇതിൽ ജയിലധികൃതർ തുടർ നടപടി എന്ന നിലയിൽ ആലോചിക്കുന്നത്? നിലവിൽ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ്. അതിനുള്ള നടപടികളിലേക്ക് പോകുന്നു. പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ജയിൽ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ രണ്ടുപേരും നേരത്തെ ഈ ടോയ്ലറ്റിന്റെ പൂട്ട് കൈവശപ്പെടുത്തിയിരുന്നു എന്നുള്ള ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടോ എന്നുള്ള ഒരു സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണത്തിലൂടെ എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ജയിൽ അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ 5:30 ഈ പരിപാടിക്ക് ഇവരെ പുറത്തേക്ക് പോയി. അതിന് ഒരു കൃത്യ സമയമുണ്ട്. ആ സമയത്തിന് മുന്നേ ഈ സെല്ലിലേക്ക് എത്തണം, ഇല്ലെങ്കിൽ സെല്ല് ലോക്ക് ചെയ്യുമെന്നുള്ളതാണ്. ഇവർ എത്തുവാൻ വേണ്ടി താമസിച്ചു. ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആയിട്ടുള്ള അഭിനവ് ഈ സെല്ല് ലോക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സമയം ആയപ്പോഴേക്കും ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. തൃശൂർ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലാണ് ഉദ്യോഗസ്ഥനെ തടവുകാർ ആക്രമിച്ചത്. ഇനി ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. പാലക്കാട് കണ്ണാടി വിളയന്നൂരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കി. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി അഭിനവാണ് മരിച്ചത്. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ഷംന, വിവരങ്ങൾ എന്താണ് ഷംന? ശ്രീജിത്ത്, ഇന്ന് വൈകിട്ടായിരുന്നു കുട്ടിയെ വീട്ടിലെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. പാലക്കാട് വിളയന്നൂർ സ്വദേശികളായ ഗിരീഷ് റീത്ത ദമ്പതികളുടെ മകനാണ്. ഈ കഴിഞ്ഞ മാസം, അതായത് ഒക്ടോബർ മാസത്തിൽ ഇതേ തരത്തിൽ തന്നെ കണ്ണാടി ഹൈസ്കൂളിലെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. അന്ന് വലിയ വിവാദങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. പ്രത്യേകിച്ച് സ്കൂളിനെതിരെയും അധ്യാപകർക്കെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് കുട്ടികൾ അടക്കം ഉന്നയിച്ചിരുന്നതും. അതിന് പിന്നാലെ സ്കൂളിലെ അധ്യാപകർക്കെതിരെ നടപടിയും എടുത്തതാണ്. എന്നാൽ ആ ഒരു സാഹചര്യം ഇതിനോട് കൂട്ടി ില്ല എന്നാണ് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. കുട്ടിയുടെ ആത്മഹത്യക്ക് പിന്നിൽ വ്യക്തിപരമായ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്നതടക്കമുള്ള സാഹചര്യങ്ങൾ അത് പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും നിലവിൽ സ്കൂളിലോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നതായി കുട്ടി വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല. എന്തായാലും അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ഇന്ന് വൈകിട്ടാണ് കുട്ടിയെ വീട്ടിനുള്ളിലെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. ശരി, 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജീവനൊടുക്കിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഐഷത്തുൽ ഷംന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. കൊൽക്കത്തയിലാണ് 2 മത്സര പരമ്പരയിലെ ആദ്യ കളി. ഹോം ഗ്രൗണ്ട് ആനുകൂല്യം മുതലെടുക്കാൻ ടീം ഇന്ത്യ. ലോക ചാമ്പ്യന്മാരെന്ന പെരുമയോടെ ദക്ഷിണാഫ്രിക്ക. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പുതിയ സർക്കിളിലെ വമ്പൻ പോരുകളിലൊന്നിന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ നാളെ തുടക്കമാകും. ഹോം ഗ്രൗണ്ടിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളിച്ച 19-ൽ 11 ജയിച്ചിട്ടുണ്ട് ഇന്ത്യ. പ്രോട്ടീസിന് ജയിക്കാനായത് വെറും 5 എണ്ണത്തിൽ. ദക്ഷിണാഫ്രിക്കൻ നിരയിൽ ഇന്ത്യൻ മണ്ണിൽ കളിച്ച് പരിചയമുള്ളവർ ഏറെയില്ലെന്നത് മുതലെടുക്കാനും ശുഭമാൻ ഗില്ലും ഗ്യാങ്ങും നോക്കും. എന്നാൽ ദുർബലരായ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ച കളി പോരാ ലോക ചാമ്പ്യന്മാർക്കെതിരെ ഇന്ത്യക്ക്. ഋഷഭ് പന്തിന്റെ മടങ്ങിവരവാകും ഇന്ത്യൻ 11-ലെ ഹൈലൈറ്റ്. പകരക്കാരനായിരുന്ന ധ്രുവ് ജൂറൽ വിൻഡീസിനെതിരെയും ദക്ഷിണാഫ്രിക്ക എക്കെതിരെയും 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടിയതിനാൽ ഒഴിവാക്കുന്നത് നീതികേടാകും. ഇതോടെ സായ് സുദർശനാകും സ്ഥാനം നഷ്ടമാവുക. നിതീഷ് കുമാർ റെഡ്ഡിയെ ഒഴിവാക്കി പ്രോപ്പർ ബൌളിംഗ് ഓപ്ഷനായ ആകാശ് ദീപിനെ ടീമിലെടുക്കാനും സാധ്യതയുണ്ട്. യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, ക്യാപ്റ്റൻ ശുഭമാൻ ഗിൽ,
വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവരാകും പ്ലേയിങ് 11-ലെ മറ്റ് താരങ്ങൾ. ക്യാപ്റ്റൻ ടെമ്പ ബൗമിയും എയ്ഡൻ മാർക്രമും നയിക്കുന്ന ബാറ്റിംഗ് നിരയും കഗീസോ റബാഡയുടെ നേതൃത്വത്തിലുള്ള ബൌളിംഗ് നിരയും ചേർന്ന ദക്ഷിണാഫ്രിക്കൻ ടീമും കിടിലൻ തന്നെ. സ്പോർട്സ് ഡെസ്ക് 24. ഫുട്ബോൾ ലോകകപ്പ് യോഗ്യത ലക്ഷ്യമിട്ട് യൂറോപ്പിലെ വമ്പൻ ടീമുകൾ ഇന്ന് കളത്തിലിറങ്ങുകയാണ്. പോർച്ചുഗലിനും ഫ്രാൻസിനും നോർവേക്കും ഇറ്റലിക്കും ഇന്ന് മത്സരമുണ്ട്. ലിയോണൽ മെസ്സിയുടെ അർജന്റീനയും നെയ്മാർ ജൂനിയറുടെ ബ്രസീലും ലോകകപ്പിന് ടിക്കറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനും കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസിനും എർലിംഗ് ഹാലൻഡിന്റെ നോർവേക്കും ഇന്ന് ജയിക്കാനായാൽ അമേരിക്കൻ ലോകകപ്പ് ഉറപ്പിക്കാം. 4 മത്സരങ്ങളിൽ 10 പോയിന്റുള്ള പോർച്ചുഗലിന് ശേഷിക്കുന്ന 2 മത്സരങ്ങളിലും തോൽക്കാതിരുന്നാൽ മതി ലോകകപ്പ് യോഗ്യതയ്ക്കായി. എന്നാൽ അയർലൻഡിനെ തോൽപ്പിച്ച് ഇന്ന് തന്നെ കാര്യങ്ങളിൽ തീർപ്പുണ്ടാക്കുകയാകും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം. ഗ്രൂപ്പ് ഡിയിലെ ഒന്നാമന്മാരായ ഫ്രാൻസിനും യുക്രൈനെ തോൽപ്പിക്കാനായാൽ അടുത്ത മത്സരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. രാത്രി 1:15-നാണ് ഈ 2 മത്സരങ്ങളും. 6-ൽ 6 മത്സരങ്ങളും ജയിച്ച എതിരാളികളുടെ വല നിറച്ചു മുന്നേറുന്ന എർലിംഗ് ഹാലൻഡിന്റെ നോർവേയുടെ എതിരാളികൾ എസ്റ്റോണിയയാണ്. രാത്രി 10:30-ക്ക് നടക്കുന്ന ഈ മത്സരത്തിൽ ജയിച്ചാൽ നോർവേയുടെ ചരിത്രത്തിലെ 4ാം ലോകകപ്പാകുമെന്ന്. അതേസമയം നോർവേക്ക് കാലിടാൻ കാത്തിരിക്കുകയാണ് മുൻ ചാമ്പ്യന്മാരായ ഇറ്റലി. നോർവേ പോയിന്റ് നഷ്ടപ്പെടുത്തുന്നതിനൊപ്പം രാത്രി 1:15-ന് നടക്കുന്ന മത്സരത്തിൽ മോൾഡോവയെ തോൽപ്പിക്കുക വേണം അസൂറികൾക്ക്. യൂറോപ്പിൽ നിന്ന് ലോകകപ്പിന് ടിക്കറ്റ് ഉറപ്പിച്ച ആദ്യ സംഘമായ ഇംഗ്ലണ്ട് 7ാം ജയം ലക്ഷ്യമിട്ട് സെർബിയയും ഇന്ന് നേരിടുന്നുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24. കാണാം ന്യൂസ് എക്സ്പ്രസ്. ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. പ്രതികൾ രഹസ്യ സ്വഭാവമുള്ള മാപ്പുകളും ആക്രമണ പദ്ധതിയുടെ വിശദാംശങ്ങളും പങ്കുവച്ചത് സ്വിസ് ആപ്ലിക്കേഷൻ വഴി. കുറ്റക്കാർക്ക് കനത്ത ശിക്ഷ ഉറപ്പെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. બેસવાનું છે કે જેથી ભવિષ્યમાં આવી ક્યારે આતંકવાદી ઘટના ના થાય. ഭീകരപ്രവർത്തനത്തിനുള്ള ശിക്ഷ ലോകത്തിന് നൽകുന്ന സന്ദേശമാകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഡൽഹി സ്ഫോടനത്തിന്റെ അന്വേഷണത്തിൽ പുറത്തുവരുന്നത് വൻ ഭീകരാക്രമണ പദ്ധതിയുടെ വിവരങ്ങൾ. 6 ഇടങ്ങളിൽ ആക്രമണത്തിന് പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി കണ്ടെത്തൽ. ജെയ്ഷെ ഭീകരരുമായി തുർക്കിയിൽ വെച്ച് ഉമറും സംഘവും കൂടിക്കാഴ്ച നടത്തി. നിർണായക വിവരങ്ങൾ അടങ്ങിയ ഡയറിക്കുറിപ്പ് കണ്ടെടുത്തു. പ്രതികളുമായി ബന്ധമുള്ള മറ്റൊരു ഡോക്ടർ കൂടി ജമ്മുകശ്മീരിൽ അറസ്റ്റിൽ. ഫരീദാബാദിലെ അൽഫല സർവകലാശാലയ്ക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് നാളെ നിർണായകം. ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യം തള്ളിയതോടെ അറസ്റ്റിന് നീക്കം തുടങ്ങിയ അന്വേഷണ സംഘം. ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വാസു വളരെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്ന് എൻ്റെ ബോധ്യം, ഞാനും അദ്ദേഹവും തമ്മിലുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. SIT അറസ്റ്റ് ചെയ്ത എൻ വാസുവിനെ പിന്തുണച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സ്വർണം പൂശിയ പാളികൾ പരിശോധിക്കാൻ അനുമതി തേടി തന്ത്രിക്ക് അന്വേഷണ സംഘത്തിന്റെ കത്ത്. മുരാരി ബാബുവിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും റിമാൻഡ് കാലാവധി ഈ മാസം 27 വരെ നീട്ടി. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ തകർന്നു വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ഇരമ്പി. അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ നിയോഗിച്ച് ദേശീയപാത അതോറിറ്റി. മരിച്ച രാജേഷിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നൽകുമെന്ന് കരാർ കമ്പനി. മകന് സർക്കാർ ജോലി നൽകാൻ ശുപാർശ ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ. അപകടത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്ത് പോലീസ്. പിക്കപ്പ് വാൻ ഡ്രൈവറായ രാജേഷ് ഗേഡർ വീണ് മരിച്ചത് ഇന്ന് പുലർച്ചെ. ഇടതുപക്ഷ രാഷ്ട്രീയം CPM-നും നന്നായി തന്നെ അറിയാം. ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് CPM പഠിക്കേണ്ട ഗതികേടൊന്നും CPM-ഇല്ല. PM ശ്രീ പദ്ധതിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ വീണ്ടും ഏറ്റുമുട്ടൽ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ തുറന്നടിച്ച് മന്ത്രി വി ശിവൻകുട്ടി. എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. PMCയെ സംബന്ധിച്ചുള്ള ലെഫ്റ്റ് രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ എന്നേക്കാളും എന്തുകൊണ്ടും അർഹരും അവകാശമുള്ളവരും സഖാവ് MA ഡൂരിയും സഖാവ് രവീന്ദ്രൻ മാഷുമാണ്. വി ശിവൻകുട്ടിയെ രാഷ്ട്രീയ ബോധ്യം പഠിപ്പിക്കേണ്ടത് MA ബേബിയും MV ഗോവിന്ദനുമെന്ന് തിരിച്ചടിച്ച് ബിനോയ് വിശ്വം. ചർച്ച ഉണ്ടായിരുന്നു.
PM ശ്രീ വിഷയം പൊളിറ്റ് ബ്യൂറോയിൽ ചർച്ചയായോ എന്ന ചോദ്യത്തോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഉറ്റുനോക്കി രാജ്യം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണി മുതൽ. വിജയപ്രതീക്ഷയിൽ NDAയും മഹാസഖ്യവും. തെരഞ്ഞെടുപ്പ് ഫലം പ്രേക്ഷകരിലെത്തിക്കാൻ ടീം 24 സജ്ജം. രാവിലെ 6 മണി മുതൽ ബീഹാർ വിധി ദിനം തത്സമയം. ലീഡ് നിലയും ബീഹാറിലെ രാഷ്ട്രീയ നീക്കങ്ങളും സമഗ്രമായി പ്രേക്ഷകരിലേക്ക്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഹർജി നൽകേണ്ടത് സുപ്രീം കോടതിയിലെന്ന് ഹൈക്കോടതി. പരാമർശം സർക്കാർ നൽകിയ ഹർജിയിൽ. ഉത്തരവ് നാളെ. ഹർജിയെ ശക്തമായി എതിർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സർക്കാർ നീക്കം SIR നടപടികൾ വൈകിപ്പിക്കാനെന്നും കമ്മീഷൻ. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസന്വേഷണ ചുമതല വഹിച്ച ഉദ്യോഗസ്ഥൻ കണ്ണൂരിൽ LDF സ്ഥാനാർത്ഥി. മുൻ ACP TK രത്നകുമാർ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ മത്സരിക്കും. CPIM കേസ് അട്ടിമറിച്ചതിന്റെ തെളിവെന്ന് കോൺഗ്രസ്. കോഴിക്കോട് കോർപ്പറേഷനിൽ സംവിധായകൻ VM വിനു കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി. കല്ലായി ഡിവിഷനിൽ നിന്ന് മത്സരിക്കും. ഇതിനൊക്കെ മാറ്റപ്പെട്ടെ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്തിരിക്കും. അത് മാത്രമല്ല, കല്ലായിപ്പുഴയുടെ ഭാഗം മാത്രമല്ല, കോഴിക്കോട്ടിലെ ചെറുകിട കച്ചവടക്കാരുടെ കാര്യങ്ങളായാലും പാളയം പച്ചക്കറി മാർക്കറ്റിലെ ഇഷ്യൂസ് ആയാലും എല്ലാം എൻ്റെ മനസ്സിൽ ശരിക്കും. കോഴിക്കോടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് VM വിനു 24നോട്. സ്ഥാനാർത്ഥി പട്ടികയെ എതിർക്കുന്നവർ പാർട്ടിയിൽ കാണില്ല എന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ. തിരുവനന്തപുരത്ത് CPIM BJP ഡീൽ ആരോപണം ഉന്നയിച്ച ലോക്കൽ കമ്മിറ്റി അംഗത്തെ പുറത്താക്കി. കടകംപള്ളി സുരേന്ദ്രനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആനി അശോകൻ. ഞാൻ കഴക്കൂട്ടത്തിലെ ആളുകളുടെ കൂടെ തന്നെയാണ്. അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡീലിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഡീൽ ജനങ്ങളുമായിട്ട് മാത്രമാണ്. ഡീൽ ജനങ്ങളുമായി മാത്രമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. തിരുവനന്തപുരത്തെ സമ്പത്തിന്റെ സഹോദരൻ A കസ്തൂരി തൈക്കാട് ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥി. തദ്ദേശപ്പോര് മുറുകുമ്പോൾ കളം മാറ്റി ചവിട്ടി നേതാക്കൾ. തൃശൂർ കോർപ്പറേഷനിൽ LDF കൗൺസിലർ BJP സ്ഥാനാർത്ഥി. പന്തളത്ത് CPIM ബ്രാഞ്ച് സെക്രട്ടറിയും കുടുംബവും BJPയിൽ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മനംനൊന്താണ് പാർട്ടി വിട്ടതെന്ന് K ഹരി. വർഷങ്ങളോളം ഈ പാർട്ടിയിൽ നിന്നപ്പോൾ പോലും എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം തകർക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്കെല്ലാം ബോധ്യമായത്. ദേവസ്വം ബോർഡ് എന്നാണ് കള്ളന്മാർ, അവരാണ് ഇത് നശിപ്പിച്ചത്. അതിലുള്ള പ്രതീക്ഷ ഞാൻ അറിയിപ്പിക്കുകയാണ്. ഞാൻ ദേശീയത ഭാഗമായ BJPയിലാണ്. കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് കേരള കോൺഗ്രസ് എമ്മിൽ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കൊടിക്കുന്നിൽ സുരേഷ് MP. സ്ഥാനാർത്ഥി നിർണയത്തിനായി രൂപീകരിച്ച കോർ കമ്മിറ്റിയിൽ നിന്ന് SC/ST വിഭാഗങ്ങളെ ഒഴിവാക്കി. KPCC പ്രസിഡന്റിനോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല എന്ന് വിമർശനം. കൊടിക്കുന്നിലിനെതിരെ KSU രംഗത്ത്. KSU പ്രവർത്തകരെ മുഴുവൻ വെട്ടിനിരത്തിയെന്ന ആക്ഷേപം. എറണാകുളത്ത് യൂത്ത് കോൺഗ്രസിനെ തഴഞ്ഞെന്നാരോപിച്ച് ദേശീയ നേതൃത്വത്തിന് പരാതി. മുംബൈക്കടുത്തുള്ള വ്യോമാതിർത്തിയിൽ GPS പാളിച്ചയോ സിഗ്നൽ നഷ്ടമോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിമാന കമ്പനികൾക്ക് മുന്നറിയിപ്പ്. ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഈ മാസം 17-ാം തീയതി വരെ. ടൊറന്റോയിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി. ഡൽഹിയിൽ ലാൻഡ് ചെയ്ത വിമാനത്തിൽ സുരക്ഷാ പരിശോധന. കുട്ടനാട്ടിൽ നോക്കുകൂലി തർക്കം. ദമ്പതികളായ കർഷകർ ഉൽപ്പാദിപ്പിച്ച നെല്ല് സ്വയം ചാക്കുകളിൽ നിറച്ചതിന് നോക്കുകൂലി ആവശ്യപ്പെട്ട് CITU INTUC യൂണിയനുകൾ. സ്വന്തമായിട്ട് ഞാനും വൈഫും കൂടെ വാരി നിറച്ചു കഴിഞ്ഞപ്പം യൂണിയനിൽപ്പെട്ട എൻ്റെ നെല്ല് തടഞ്ഞു. ഞാൻ നിറച്ച പൈസ അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നെല്ല് ഇവിടെ കടക്കുകയോ കയറ്റിപ്പെടുത്തില്ലെന്ന് യൂണിയൻ പറഞ്ഞു. നോക്കുകൂലി നൽകിയില്ലെങ്കിൽ നെല്ല് ലോറികളിലേക്ക് കയറ്റില്ല എന്ന് യൂണിയൻ അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയതായി കർഷകർ. ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ പാലക്കാട് കണ്ണാടിയിൽ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ യോഗത്തിനെത്തി. കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസിന്റെ അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ അല്ലല്ലോ. ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾ ഇരിക്കാറുണ്ട്, വർത്തമാനം പറയാറുണ്ട്. ഇത്രയും പരസ്യമായിട്ടാണോ പാർട്ടിയുടെ ഒരു കമ്മിറ്റി നടുറോടി വെച്ചിട്ടാണോ കൂടുന്നത്? നടക്കാത്ത യോഗത്തെ പറ്റിയിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റുമോ? പുറത്താക്കുന്നതുവരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പാലക്കാട് CPIMൽ PK ശശി EN സുരേഷ് ബാബു നേർക്കുനേർ പോര്.
മാർക്സിസം കള്ളിന്റെയും കഞ്ചാവിന്റെയും ഗന്ധമുള്ള പുത്തൻ കുപ്പായത്തിന്റെ ചുവപ്പ് പോക്കറ്റിൽ നിന്ന് PK ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. PK ശശി ഉന്നം വയ്ക്കുന്നവർ നേതൃത്വത്തിലിരിക്കുന്നു. ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നത് കൊണ്ടാണ് PK ശശി ബ്രാഞ്ചിലിരിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. PK ശശിക്കുമുള്ള മെമ്പർഷിപ്പും എല്ലാം 5 രൂപന്റെ മെമ്പർഷിപ്പാണ്. PK ശശിന്റെ മെമ്പർഷിപ്പ് 5 രൂപക്കും സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള ആളുകളുടെ മെമ്പർഷിപ്പിന് 500 രൂപയും വിലയൊന്നുമില്ല. 5 രൂപന്റെ മെമ്പർഷിപ്പ് തന്നെയാണ്. തനിക്കും സുരേഷ് ബാബുവിനുമുള്ളത് ഒരേ പാർട്ടി അംഗത്വം എന്ന് ഓർമ്മിപ്പിച്ച് PK ശശി. ഗതാഗത നിയമലംഘനത്തിന് പിഴയിട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനം ഓടുന്നത് നിയമം ലംഘിച്ച്. മലപ്പുറം ചുങ്കത്തറയിൽ ഹെൽമറ്റ് ധരിക്കാത്തതിന് യുവാവിൽ നിന്ന് 3000 രൂപ പിഴ ഈടാക്കിയ MVDയുടെ വാഹനത്തിന് ഇൻഷുറൻസും പുക സർട്ടിഫിക്കറ്റും ഇല്ല. 55 സ്പീഡിൽ അങ്ങനെ പോയേനെ. അതിൽ MVD അന്നേരം വില കിട്ടാണ്ട് RC എടുക്കുക, ലൈസൻസ് എടുക്കുക എന്നൊക്കെ ചോദിച്ച് ചെക്ക് ചെയ്തതിൽ ഇൻഷൂർ കഴിഞ്ഞിരിക്കണ കാരണം അത് കഴിഞ്ഞിരിക്കണ അതിന് 3000 രൂപ ഫൈൻ കിട്ടും. ഓല വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ MVDൻ്റെ അപ്പ് പോയാണ്ട് ചെക്ക് ചെയ്തു. അപ്പോൾ ഓൽക്കും ഇല്ല, ഇൻഷൂറും ഇല്ല, ടാക്സും ഇല്ല. വീഴ്ച ചൂണ്ടിക്കാട്ടിയപ്പോൾ പറ്റുന്നത് ചെയ്തോളൂ എന്ന് ഉദ്യോഗസ്ഥന്റെ വെല്ലുവിളി. പ്രമുഖ IELTS സ്ഥാപനമായ അജിനോറയിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. കേരളത്തിലും കർണാടകയിലും ഉൾപ്പെടെ 12 ഇടങ്ങളിൽ പരിശോധന. 3 വർഷമായി നികുതി വെട്ടിപ്പെന്ന് IT. റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത പണവും പിടികൂടി. വയനാട് പുൽപ്പള്ളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ മർദ്ദിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ആനപ്പാറ സ്വദേശി അമൽ ചാക്കോയും പെരിക്കല്ലൂർ സ്വദേശി രാജീവും. ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം ഉൾപ്പെടെ ചുമത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് OP ബഹിഷ്കരണ സമരവുമായി KGM-CTA. ആശുപത്രിയിലെത്തിയ രോഗികൾ വലഞ്ഞു. ഇന്ന് ഡോക്ടർമാരില്ലാത്ത അറിയില്ല. തിങ്കളാഴ്ച വരണ്ടാന്ന് പറഞ്ഞ് ഇന്ന് വരാൻ പറഞ്ഞ അറിയാതെ വന്നതാണ്. കാഷ്വാലിറ്റി, ലേബർ റൂം, ICU ഉൾപ്പെടെ അടിയന്തര സേവനങ്ങൾ മുടങ്ങിയില്ല. OP ബഹിഷ്കരണം ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച പരാജയപ്പെട്ടതോടെ. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാഴായി എന്നാരോപിച്ച് സമരത്തിനൊരുങ്ങി ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം. അധ്യാപനമടക്കമുള്ള വിഷയങ്ങളിൽ ഒരാഴ്ചക്കുള്ളിൽ പരിഹാരം വേണമെന്നും വിദ്യാർത്ഥികൾ. കേരള സർവകലാശാലയിലെ BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ജാതി അധിക്ഷേപത്തിൽ പരാതി നൽകിയ SFI. സർവകലാശാല പ്രോ ചാൻസലർക്കും SC/ST കമ്മീഷനുമാണ് പരാതി നൽകിയത്. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെ തടഞ്ഞുവെച്ചതിൽ SFI പ്രവർത്തകർക്കെതിരെ പോലീസിൽ പരാതി നൽകി. DGP പരാതി നൽകിയത് VC-യുടെ നിർദ്ദേശപ്രകാരം. തമിഴ്നാട്ടിൽ പരിശീലന പറക്കലിനിടെ വിമാനം റോഡിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തു. വിമാനം ഇറക്കിയത് പുതുക്കോട്ടെ തിരുച്ചിറപ്പള്ളിയിൽ ദേശീയപാതയിൽ. പൈലറ്റിനും കോ പൈലറ്റിനും പരിക്ക്. അന്വേഷണം പ്രഖ്യാപിച്ച് DGCA. അമേരിക്കയിൽ 43 ദിവസം നീണ്ട ഷട്ട്ഡൌൺ അവസാനിച്ചു. ധനാനുമതി ബിൽ അമേരിക്കൻ ജനപ്രതിനിധി സഭയിലും പാസായി. ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തത് 6 ഡെമോക്രാറ്റുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കുരുക്കായി ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ ഇമെയിലുകൾ. ഡെമോക്രാറ്റിക് പാർട്ടിക്കാർ പുറത്തുവിട്ട ജെഫ്രി എപ്സ്റ്റീന്റെ നിർണായക ഇമെയിലുകളിൽ ട്രംപിന്റെ പേര് പലവട്ടം പരാമർശിച്ചിട്ടുള്ളതായി റിപ്പോർട്ടുകൾ. എപ്സ്റ്റീന്റെ ലൈംഗിക കടത്തിനിരയായ സ്ത്രീയുമായി ട്രംപ് മണിക്കൂറുകൾ ചെലവിട്ടുവെന്ന് ഇമെയിലിൽ. ട്രംപിനെ അധിക്ഷേപിക്കാൻ വേണ്ടിയുള്ള ആരോപണം മാത്രമെന്ന് വൈറ്റ് ഹൗസ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം കൊൽക്കത്തയിൽ. ഹോം ഗ്രൗണ്ട് ആനുകൂല്യം മുതലെടുക്കാൻ ടീം ഇന്ത്യ. ലോക ചാമ്പ്യന്മാരെന്ന പെരുമയോടെ ദക്ഷിണാഫ്രിക്ക. ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത ലക്ഷ്യമിട്ട് യൂറോപ്പിലെ വമ്പൻ ടീമുകൾ ഇന്ന് കളത്തിൽ. പോർച്ചുഗലിനും ഫ്രാൻസിനും നോർവേക്കും ഇറ്റലിക്കും മത്സരം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനും കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസിനും എർലിംഗ് ഹാലൻഡിന്റെ നോർവേക്കും ഇന്ന് ജയിക്കാനായാൽ ലോകകപ്പ് മത്സരം ഉറപ്പിക്കാം. ന്യൂസ് എക്സ്പ്രസ് പൂർത്തിയാവുകയാണ്. ഇനി മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക് കൂടി നമ്മൾ കടക്കുന്നു. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് 1.5 കോടിയുടെ വജ്രക്കമ്മൽ മോഷ്ടിച്ച പ്രതി പിടിയിൽ. ചേർത്തല കോടംതുരുത്ത് സ്വദേശി ഷാജിയാണ് പിടിയിലായത്. ഫ്ളാറ്റ് ഉടമയുടെ പിതാവിന്റെ ഡ്രൈവറാണ് പിടിയിലായ ഷാജി. S. ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, എന്താണ് പോലീസ് പറയുന്നത്? ശ്യാം,
റിജിത്ത് 2 തവണയായിട്ടാണ് 1.5 കോടി രൂപയുടെ വജ്രക്കമ്മലുകൾ ഷാജി എന്ന് പറയുന്ന ചേർത്തല കോടന്തുരുത്ത് സ്വദേശി മോഷ്ടിച്ചത്. ഇയാൾ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തേവരയിലെ ഫ്ളാറ്റിൽ നിന്നാണ് വ്യാജ താക്കോൽ ഉണ്ടാക്കി ഈ കമ്മലുകൾ മോഷ്ടിക്കുന്നത്. ഇവിടെ ഈ ഫ്ളാറ്റ് ഉടമയുടെ പിതാവിന്റെ ഡ്രൈവറായിട്ട് ഇയാൾ ജോലി ചെയ്തിരുന്നു. ഈ പരിചയം ഉപയോഗിച്ചാണ് ഈ ഫ്ളാറ്റിന്റെ താക്കോലുകൾ ഇയാൾക്ക് കിട്ടിയത്. അവിടെ നിന്ന് ഇതിന്റെ വ്യാജ പതിപ്പുണ്ടാക്കി ഇയാൾ ഈ ഫ്ളാറ്റ് തുറന്ന് മോഷണം നടത്തുകയായിരുന്നു. ആദ്യ കമ്മൽ മോഷണം പോയപ്പോൾ വീട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. രണ്ടാമത്തെ കമ്മൽ മോഷണം പോയതോടെയാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഷാജിയാണ് മോഷണം നടത്തിയതെന്ന് തിരിച്ചറിയുന്നത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും 1 ജോഡി കമ്മൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം മോഷ്ടിച്ച കമ്മൽ ഇയാൾ വിറ്റു എന്നാണ് പറയുന്നത്. 2 ജോഡി വജ്രക്കമ്മലുകളുടെ വിലയാണ് 1.5 കോടി രൂപ. ഏതായാലും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ശരി, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പൂനെയിൽ വാഹനാപകടത്തിൽ 7 മരണം. നിയന്ത്രണം വിട്ട ട്രക്ക് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചാണ് അപകടം. 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീനാഥ്, വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് എങ്ങനെയാണ് ഇത്രയും വലിയൊരു അപകടത്തിന് വഴിവെച്ചത്? ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് ശ്രീനാഥ് ചന്ദ്രൻ? വളരെ ദാരുണമായൊരു സംഭവമാണ് ഇന്നിപ്പോൾ പൂനെയിൽ ഉണ്ടായിട്ടുള്ളത്. വൈകിട്ട് 5:30 ഈ വാഹനം ഉണ്ടാവുന്നത്. മുംബൈ ബംഗളൂരു ഹൈവേ ആണ്. പൂനെക്കടുത്തുള്ള നവാലെ ബ്രിഡ്ജിലാണ് ഈ സംഭവം നടക്കുന്നത്. സത്താരയിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന ഒരു ട്രക്ക് അത് നിയന്ത്രണം വിട്ട് മറ്റു വാഹനങ്ങളിൽ ചെന്നിടിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. 1-ലേറെ വാഹനങ്ങൾ, 8ഓളം വാഹനങ്ങൾ അത് ഇടിച്ചിട്ടുണ്ട്. അതിൽ 2 ട്രക്കുകൾക്കിടയിൽ ഒരു കാറ് കുടുങ്ങിയ അവസ്ഥയിൽ ഇടയ്ക്ക് ഉണ്ടാവുകയും ചെയ്തു. ആ കാറിന് തീപിടിക്കുകയും പിന്നെ ട്രക്കും കാറും എല്ലാം ഒരുമിച്ച് കത്തുന്ന കാഴ്ചയുമാണ് പിന്നാലെ കണ്ടത്. ഈ കാറിൽ ഉണ്ടായിരുന്നവർക്ക് പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഈ 2 ട്രക്കുകൾക്കിടയിൽ ആ കാറ് കുടുങ്ങിപ്പോവുകയായിരുന്നു. 7 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആ കാറിൽ ഉണ്ടായിരുന്നവർ എല്ലാവരും മരിക്കുകയും ചെയ്തു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇവരാരാണ് എന്ന കാര്യത്തിലൊന്നും തന്നെ സ്ഥിരീകരണമില്ല. അവരെ തിരിച്ചറിയാനുള്ള ശ്രമം നടക്കുകയാണ്. 7 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. ഒരുപക്ഷെ മരണസംഖ്യ ഉയർന്നേക്കും എന്നതാണ് DCP അടക്കമുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത്. 20ഓളം പേർക്കാണ് ഇതുവരെ പരിക്കേറ്റിട്ടുള്ളത്. ഈ റോഡിൽ, ഈ ഒരു ലൈനിൽ, അതായത് സത്താരയിൽ നിന്ന് മുംബൈയിലേക്ക് വരുന്ന ഭാഗത്ത് ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്. അവിടെ നിരവധി വാഹനങ്ങൾ കൂട്ടിയിടിച്ച് പൂർണ്ണമായി ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയാണ്. ഈ റൂട്ടിൽ, ഈ മേഖലയിൽ നേരത്തെയും സമാനമായ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ 2 വർഷങ്ങൾ മുമ്പ് ട്രക്ക് നിയന്ത്രണം വിടുകയും ഏതാണ്ട് 40ഓളം വാഹനങ്ങൾ ഇടിച്ച ഒരു വലിയ വാഹനാപകടം നടന്ന ഒരു മേഖല കൂടിയാണ് ഇത്. അവിടെയാണ് വീണ്ടും ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പൂനെയിലാണ് വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. 7 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിയന്ത്രണം വിട്ട ട്രക്ക് നിരവധി വാഹനങ്ങളിൽ ഇടിച്ച് അപകടം ഉണ്ടായി. വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിൽ പ്രതി സുരേഷിന്റെ തിരിച്ചറിയൽ പരേഡ് നടത്തി. ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ സുഹൃത്ത് അർച്ചന പ്രതി സുരേഷിനെ തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായിരുന്നു തിരിച്ചറിയൽ പരേഡ്. മേഘന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘന, വിശദാംശങ്ങൾ. മേഘന. റിജിത്ത്, തമ്പാനൂർ റെയിൽവേ പോലീസാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. പ്രതിയായിട്ടുള്ള സുരേഷ് കുമാർ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് ഈ പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് നടത്തിയിട്ടുള്ളത്. ഈ സുഹൃത്ത് കേരള എക്സ്പ്രസിൽ ഈ ആക്രമണത്തിനിരയായിട്ടുള്ള പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അർച്ചനയെ ജയിലിലെത്തിച്ചാണ് ഇപ്പോൾ തിരിച്ചറിയൽ പരേഡ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ സുഹൃത്ത് അർച്ചന പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. അതിനുശേഷം നാളെ ആയിരിക്കും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ടാവുക. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ നടപടികൾ, അത് ഈ അയന്തി മേൽപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അവിടെ വെച്ച് എത്തിച്ച് തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ആദ്യഘട്ട നടപടി എന്നോണമാണ് ജയിലിലെത്തിച്ച് തിരിച്ചറിയൽ പരേഡ് നടത്തിയിട്ടുള്ളത്. സുഹൃത്ത് ഈ പ്രതിയെ സുരേഷ് കുമാറിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശരി, മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി മലപ്പുറത്തേക്കാണ്. ഗതാഗത നിയമലംഘനത്തിന് പിഴയിട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനം ഓടുന്നത് നിയമം ലംഘിച്ച്. മലപ്പുറം ചുങ്കത്തറയിൽ ഹെൽമറ്റ് ധരിക്കാത്തതിന് യുവാവിൽ നിന്ന് 3000 രൂപ പിഴ ഈടാക്കിയ MVDയുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല. വീഴ്ച ചൂണ്ടിക്കാട്ടിയപ്പോൾ പറ്റുന്നത് ചെയ്തോളൂ എന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ വെല്ലുവിളി. 50-55 സ്പീഡിൽ അങ്ങനെ പോയേനെ. അതിൽ MVD അന്നേരം വില കിട്ടാണ്ട് RC എടുക്കുക, ലൈസൻസ് എടുക്കുക എന്നൊക്കെ ചോദിച്ച് ചെക്ക് ചെയ്തതിൽ ഇൻഷൂർ കഴിഞ്ഞിരിക്കണ കാരണം അത് കഴിഞ്ഞിരിക്കണ പറഞ്ഞതിന് അതിന് 3000 രൂപ ഫൈൻ കിട്ടും. ഓല വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ MVDൻ്റെ അപ്പോൾ പോയാണ്ട് ചെക്ക് ചെയ്തു. അപ്പോൾ ഓൽക്കും ഇല്ല, ഇൻഷൂറും ഇല്ല, ടാക്സും ഇല്ല. നിങ്ങൾ എന്താ വെച്ചാൽ ഓട്ടിക്കോളിയും, നിങ്ങൾ എവിടെ വെച്ചാൽ കൊടുക്കേണ്ടത്, പരാതി കൊടുക്കേണ്ടത് കൊടുത്തോളിയാണോ. സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഈ ഉദ്യോഗസ്ഥർ വരുന്ന വാഹനങ്ങൾക്ക് രേഖകളൊക്കെ കൃത്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യം നാട്ടുകാർ തിരിച്ചു ചോദിക്കുന്ന അതിപ്പോൾ പതിവാണ്.
നേരത്തെ ഈ സമാനമായൊരു സംഭവം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അന്ന് ആ ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. മലപ്പുറത്ത് എന്താണ് സംഭവിച്ചത് സമീർ? റിജിത്ത്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ചുങ്കത്തറ ഭാഗത്ത് വാഹന പരിശോധന നടത്തുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഇരുചക്ര വാഹനത്തിൽ യുവാക്കൾ സനൂപ് എന്ന് പറയുന്ന യുവാവും മറ്റൊരു സുഹൃത്തും എത്തുന്നത്. അതിന് പിന്നാലെ ഈ ഉദ്യോഗസ്ഥർ ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3000 രൂപയാണ് ഫൈൻ ഈടാക്കിയത്. അതിന് പിന്നാലെ യുവാവ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ വാഹനത്തിന്റെ നമ്പർ ഈ സൈറ്റിൽ പരിശോധന നടത്തിയപ്പോഴാണ് അവരുടെ വാഹനത്തിനും ഇൻഷുറൻസ് ഇല്ല എന്ന് കണ്ടെത്തിയത്. നവംബർ 7-ാം തീയതി ഇൻഷുറൻസ് കഴിഞ്ഞ വാഹനമാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നിയമലംഘനം കണ്ടെത്തേണ്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം തന്നെ നിയമലംഘനം നടത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതോടുകൂടി വ്യക്തമായത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ തനിക്ക് പറ്റുന്നത് ചെയ്തോളൂ എന്നുള്ളതായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മറുപടി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അതിന് പിന്നാലെ ഈ സനൂപ് എന്ന് പറയുന്ന യുവാവ് പോലീസിനൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് തിരുവനന്തപുരത്തെ ഓഫീസിലേക്കും പരാതിയായി സമീപിച്ച് ശക്തമായ നടപടി വിഷയത്തിൽ വേണമെന്നുള്ള ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. നാട്ടുകാർ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഇറങ്ങിയ MVD എത്തിയ വാഹനം നിയമം ലംഘിച്ചാണ് ഓടുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും ഈ പരാതിക്കാരൻ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. MVDയിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. മുംബൈക്കടുത്തുള്ള വ്യോമാതിർത്തിയിൽ GPS പാളിച്ചയോ സിഗ്നൽ നഷ്ടമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ്. 17-ാം തീയതി വരെയാണ് മുന്നറിയിപ്പ്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, വിവരങ്ങൾ. അജീഷ്, ഇന്റലിജൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിരോധ വിദഗ്ധനാണ് എക്സ്പോസ്റ്റിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അതായത് ഈ മുംബൈക്കടുത്തുള്ള വ്യോമപാത, അത് ഈ അറബിക്കടലിന് മുകളിലൂടെയുള്ള വ്യോമപാതയാണ്. ഇതിവിടെയാണ് ഈ സിഗ്നൽ നഷ്ടമോ അല്ലെങ്കിൽ GPS കണക്ഷനിൽ തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തുമോ എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് നോട്ടാം ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതായത് ഈ വൈമാനികർക്ക് നൽകുന്ന മുന്നറിയിപ്പിനെയാണ് നോട്ടാം എന്ന് പറയുന്നത്. ഈ 4 ദിവസങ്ങളിൽ നവംബർ 13 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ ആണ് ഇത്തരത്തിൽ ഈ GPS നഷ്ടമോ അല്ലെങ്കിൽ വ്യാജ സിഗ്നലുകൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയോ നിലനിൽക്കുന്നതെന്നാണ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നേരത്തെ ഡൽഹിയിലും സമാനമായിട്ട് ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് GPS സ്പൂഫിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ GPS സ്പൂഫിംഗ് വഴി പല വിമാനങ്ങളുടെയും GPS ലൊക്കേഷനുകൾക്ക് അത് തെറ്റായ വിവരം നൽകി സിഗ്നലുകൾ ലഭിച്ചു എന്നുള്ളത് വൈമാനികർ വെളിപ്പെടുത്തിയിരുന്നു. ഇതുവഴി വലിയ അപകടം വരെ സാധ്യതയുള്ളത്. അതായത് വിമാനങ്ങൾ സാറ്റലൈറ്റ് വഴിയുള്ള GPS ലൊക്കേഷൻ വഴിയാണ് അതിന്റെ സഞ്ചാരപാത നിയന്ത്രിക്കുന്നത്. ഇതിൽ തെറ്റായ സിഗ്നലുകൾ ലഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ സഞ്ചാരപാതത്തിൽ മാറ്റങ്ങൾ വരാം, സമയ പ്രശ്നം വരാം, അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിന് പിന്നാലെയാണ്, ഈ സംഭവത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യോമ ഏവിയേഷൻ മിനിസ്ട്രി ഇപ്പോൾ ഒരു നോട്ടാം ഇഷ്യൂ. ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. മുംബൈക്കടുത്തുള്ള വ്യോമാതിർത്തിയിൽ GPS പാളിച്ചയോ സിഗ്നൽ നഷ്ടമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് വരുന്നത്. കേരള സർവകലാശാലയിൽ ഗവേഷണ വിദ്യാർത്ഥി വിപിൻ വിജയന്റെ PhD ഓപ്പൺ ഡിഫൻസിൽ നടന്നത് നാടകീയ സംഭവങ്ങൾ. ഓപ്പൺ ഡിഫൻസ് ചെയർമാനായ അധ്യാപകനെ മറികടന്ന് വിപിന് PhD നൽകരുതെന്ന് ഡീൻ CN വിജയകുമാരി ആവശ്യപ്പെട്ടു. ചെയർമാൻ പരസ്യമായി വിജയകുമാരിയെ തള്ളി. വിപിൻ വിജയൻ ഡീൻ സംസാരിക്കുമ്പോൾ മൈക്കെടുത്ത് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. SFI പ്രതിഷേധത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് VC മോഹനൻ കുന്നുമ്മൽ പ്രതികരിച്ചില്ല. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കഴിഞ്ഞ മാസം 15-ന് കാര്യവട്ടം ക്യാമ്പസിലെ സെമിനാർ ഹാളിൽ നടന്ന ഓപ്പൺ ഡിഫൻസിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വിപിൻ വിജയന്റെ പ്രബന്ധത്തിൽ തിരുത്തലുകൾ വരുത്തി സർവകലാശാലയ്ക്ക് വീണ്ടും സമർപ്പിക്കണമെന്ന് വേദിയിൽ ഡോക്ടർ CN വിജയകുമാരി ആവശ്യപ്പെട്ടു. ഇത് ഈ കറക്ഷൻ വരുത്തിയിട്ട് തന്നെ വിപിൻ ഇത് സർവകലാശാലയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ ഓപ്പൺ ഡിഫൻസ് ചെയർമാനായ ഡോക്ടർ അനിൽ പ്രതാപ് ഗിരി വിജയകുമാരിയുടെ നിലപാട് പൂർണ്ണമായും തള്ളി. വിപിന്റെ പ്രബന്ധം അംഗീകരിക്കുന്നതായും അനിൽ പ്രതാപ് ഗിരി പരസ്യമായി പറഞ്ഞു. I am not the ordinary man. I am the reputed professor working in the Central University of Allahabad, Prayagraj. I am not honorable for conducting this YBOC. പ്രബന്ധം അംഗീകരിക്കുന്നു എന്ന ചെയർമാന്റെ നിലപാട് കയ്യടിയോടെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. It may be, it is not compulsory. It can be accepted. It can be incorporated during the publication. But as this form, this thesis is worthy for the doctor of award of PhD degree. എന്നാൽ വീണ്ടും പ്രബന്ധത്തെ തള്ളി വിജയകുമാരി രംഗത്തെത്തി. ഇതോടെ വിപിൻ വിജയൻ വേദിയിൽ കയറി മൈക്കെടുത്ത് ഒരു തിരുത്തലുമില്ല എന്നും പറഞ്ഞു. ഒരിക്കൽ കൂടി
വിപിൻ വിജയന്റെ ജാതി അധിക്ഷേപ പരാതിക്കൊപ്പം ഡീൻ വിജയകുമാരിയും പരാതി നൽകിയിട്ടുണ്ട്. ഓപ്പൺ ഡിഫൻസ് വിപിൻ വിജയനും മറ്റു വിദ്യാർത്ഥികളും ചേർന്ന് അലങ്കോലപ്പെടുത്തിയെന്നാണ് വിജയകുമാരി ചാൻസലർക്ക് നൽകിയിരിക്കുന്ന പരാതി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.